ഇസ്രായേലും യുഎസും ഇറാനുമേൽ നടത്തിയ ആക്രമണങ്ങളിൽ പ്രധാനമായും അവർ ലക്ഷ്യമിട്ടത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായിരുന്നു. ഇറാനിൽ നിരവധി ആണവ കേന്ദ്രങ്ങളുണ്ട്. ചിലത് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ചില കേന്ദ്രങ്ങൾക്ക് സാരമായ തരത്തിലുള്ള ഒരപകടവും സംഭവിച്ചിട്ടുമില്ല. അതിനാൽ ഏത് രീതിയാണ് പ്രായോഗികമെന്ന് ഇപ്പോൾ ചർച്ച ചെയ്യുകയാണെന്ന് ഗ്രോസി പറഞ്ഞു. അതേസമയം ഇറാനിലെ ചില വിഭാഗങ്ങൾക്ക് അന്താരാഷ്ട്ര ഇൻസ്പെക്ടർമാരുടെ സാന്നിധ്യം അവരുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായി തോന്നുന്നതായും മറ്റു ചിലർക്ക് അത് പ്രശ്നമല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കൻ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായി ഇക്കാര്യത്തിൽ വളരെ നല്ലൊരു ചർച്ച നടന്നതായി ഗ്രോസി വെളിപ്പെടുത്തി. അതേസമയം ഇറാനിലെ സമ്പുഷ്ട യുറേനിയം ശേഖരത്തിന്റെ സ്ഥിതിവിവരങ്ങൾ ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ആക്രമണത്തിന്റെ കേടുപാടുകൾ സംഭവിച്ച ആണവ സൗകര്യങ്ങൾ സുരക്ഷിതമല്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇറാൻ ഇതുവരെ IAEA ഇൻസ്പെക്ടർമാർക്ക് പ്രവേശനം അനുവദിക്കാതിരുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കുണ്ടായ നാശനഷ്ടം കാരണം പുതിയൊരു പദ്ധതിയിൽ ധാരണയെത്തേണ്ടതുണ്ടെന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇതിനിടെ ഇറാൻ, UK, ഫ്രാൻസ്, ജർമ്മനി രാജ്യങ്ങൾ തമ്മിൽ ജനീവയിൽ ചർച്ചകൾ നടന്നു. ഇറാൻ ഗൗരവമായി മുന്നോട്ട് വരുന്നതാണോ അല്ലെങ്കിൽ സമയം കളയുന്നതാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇൻസ്പെക്ഷൻ പുനരാരംഭിക്കുകയും സമ്പുഷ്ട യുറേനിയത്തിന്റെ കണക്കെടുപ്പ് നടത്തുകയും അമേരിക്കയുമായി ഉൾപ്പെടെ നയതന്ത്ര ചർച്ചകളിൽ പങ്കെടുക്കുകയും വേണമെന്ന് ഒരു യൂറോപ്യൻ പ്രതിനിധി ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഇറാൻ പലതവണയും അമേരിക്കയുമായി നേരിട്ട് ചർച്ച നടത്താൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.